പാട്ട് സ്വാഗതം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സാറിനെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴോ കേൾക്കാമോ? കേൾക്കാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ ആത്മസ്നേഹിതൻ നമ്മുടെ ബഹുമാനപ്പെട്ട സാമലക്സ് പാസ്റ്റർ ഇന്ന് ഒരു വലിയ സന്തോഷത്തിലാണ്. തന്റെ ഒരു പുതിയ പാട്ട് ഇന്ന് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ദൈവകുഞ്ഞുങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ദീർഘകാലം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ എന്ന് ഇമ്മാനുവേൽ ബൈബിൾ കോളേജിന്റെ പേരിൽ, അത് റൂഹ ബൈബിൾ കോളേജിന്റെ പേരിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അങ്ങേക്ക് ആശംസ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഫെസ്യ ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇതിന്റെ സമാപന ഭാഗമാണ്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച എഫെസ്യ ലേഖനത്തിൽ കഴിഞ്ഞ ക്ലാസ് നിർത്തിയപ്പോൾ പറഞ്ഞത് ഇതിൽ 7 മർമ്മങ്ങളെക്കുറിച്ച്, മിസ്റ്ററികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതേക്കുറിച്ച് തന്നെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം എഫെസ്യ ലേഖനം എന്താണെന്നും ലേഖനത്തിൽ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പുസ്തകമല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്റെ 40 വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് തന്ന ചെറിയ അറിവൊക്കെ നോട്ട് ചെയ്തു വെച്ചാണ് ദൈവകുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കുറവുകൾ സദയം ക്ഷമിക്കണം. എന്തെങ്കിലും പ്രയോജനമുള്ളത്, മൂല്യമുള്ളതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷയിൽ അത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് എഫെസ്യ ലേഖനത്തിന്റെ പഠനത്തിന്റെ സമാപന ഭാഗത്തേക്ക് വരാം. എന്താ പറഞ്ഞത്? ഇതിൽ 7 പ്രാവശ്യം മർമ്മം എന്നുള്ള പദം കാണുന്നു. മിസ്റ്ററി. അതിപ്രധാനമായ 4 കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ 7 പ്രാവശ്യം മർമ്മം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മർമ്മങ്ങളല്ല, പ്രാധാന്യമർഹിക്കുന്ന 4 കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി 7 പ്രാവശ്യം മർമ്മം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തുറന്ന വേദപുസ്തകത്തോടും ഒരുക്കപ്പെട്ട മനസ്സോടും കൂടെ ആയിരിക്കണം. 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവിടെ കൊടുക്കുന്നു തിരുഹിതത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിന്റെ മർമ്മം. 1:9. 3-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ഈ മർമ്മം എന്നുള്ള പദം കാണാം. 3:3 വെളിപ്പാടിനാൽ അറിവായ മർമ്മം. ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു. കഴിഞ്ഞൊരു ദിവസം ഞങ്ങളുടെ സഹോദരിമാരുടെ മീറ്റിംഗ്, വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ആകപ്പാടെ 4-5 സഹോദരിമാരും പിന്നെ ഞാനും 1-2 അച്ചായന്മാരും ഒക്കെ ഇരുന്ന് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാനിടയായിട്ട്. അപ്പൊ അവർക്കത് വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്കും സന്തോഷമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തിന് സ്തോത്രം. 1:9 തിരുഹിതത്തിന്റെ മർമ്മം. 2 വെളിപ്പാടിനാൽ അറിവായ മർമ്മം. അത് 3:3. ഇനി 3:4 നോക്കൂ. ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം. 3:5 ഇപ്പോൾ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട മർമ്മം. 3:9 അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. 4-ാം അധ്യായത്തിൽ ഇല്ല. 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ വിവാഹമെന്ന മർമ്മം. 6-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യത്തിൽ സുവിശേഷത്തിന്റെ മർമ്മം. ഇങ്ങനെ 7 പ്രാവശ്യം മർമ്മം എന്നുള്ള പദം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. 4 മാർമിക സത്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് 7 പ്രാവശ്യം മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. അപ്പോ ഏതാണ് ഈ 4 മർമ്മങ്ങൾ? 4 പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് 7 മർമ്മങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് അതിപ്രധാനമായ 4 മർമ്മങ്ങൾ? അത് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. 1 എന്താണത്? ഹിതത്തിന്റെ മർമ്മം. ഹിതത്തിന്റെ മർമ്മം നോക്കൂ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. ഹിതത്തിന്റെ മർമ്മം മറച്ചു വെച്ചിട്ടില്ല, നമ്മോട് അറിയിച്ചു. ഏതാണ് ഹിതത്തിന്റെ മർമ്മം?
അതറിയണമെങ്കിൽ 10-ാം വാക്യം വായിക്കണം. 1:10. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയായിക്കൊണ്ട് തന്നെ. അപ്പോ ഹിതത്തിന്റെ മർമ്മം ഇവിടെ വെളിപ്പെടുന്നു. കാലസമ്പൂർണതയിലെ ദൈവ വ്യവസ്ഥയാണ് ഹിതത്തിന്റെ മർമ്മം. എന്താ കാലസമ്പൂർണതയിലെ ദൈവവ്യവസ്ഥ? സകലവും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അതാണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. അതാണ് ഹിതത്തിന്റെ മർമ്മം. കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ച കാലം സമ്പൂർണമാകുന്ന സമയം. അന്ന് നടക്കേണ്ട ചില വ്യവസ്ഥകൾ ദൈവം കുറിച്ചു വച്ചിട്ടുണ്ട്. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് തന്നെ പറയുന്നു, കാലസമ്പൂർണതയിൽ കന്യകയിൽ നിന്ന് ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 4:4. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. കാലസമ്പൂർണ വന്നപ്പോൾ. അതുപോലെ സകലത്തെയും ഒന്നായി ചേർക്കുന്നതിന് ദൈവം ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാലസമ്പൂർണത. ആദിയിൽ എന്നൊരു വിഷയം നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ദൈവം അത് തുടങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. 1:10 നാം വായിച്ചത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അതാണ് കാലസമ്പൂർണതയുടെ അവസ്ഥ. പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദ്യോതകാർത്ഥമുണ്ട്. മുമ്പ് സകലവും ഒന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ ഈ ദൈവവചനം പഠിപ്പിക്കുന്നത് തിയോളജിയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ദൈവദാസന്മാരോടും ഡോക്ടറേറ്റ്, MD, BD ഒക്കെ എടുക്കുന്നവരോടാണ് ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കിത് അംഗൻവാടി ക്ലാസ് അല്ല. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ഒരല്പം CTH ഒക്കെ എടുക്കുന്നവർക്ക് ഇതൊരു ഇച്ചിരി കട്ടിയായി തോന്നുന്നു. നിങ്ങൾക്കത് ലഘുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറയുകയാണ് കാലസമ്പൂർണ്ണത ഒരു വ്യവസ്ഥയുണ്ട്. അതൊരു മർമ്മമാണ്. എന്താണെന്ന് ചോദിച്ചാൽ സകലവും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുക. അതാണ് കാലസമ്പൂർണ്ണത വ്യവസ്ഥ. അപ്പോഴെന്താ ദ്യോതകാർത്ഥം? പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറയുമ്പോൾ മുമ്പ് ഒന്നായിരുന്നു എന്നൊരു അർത്ഥം അവിടെ വരുന്നുണ്ട്. സ്തോത്രം. ആയിരുന്നോ എന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നു, ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ. അങ്ങനെ സംഭവിച്ചു. എന്താ മനസ്സിലായി? ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. ദൈവം പറയാണ്, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടട്ടെ. അപ്പോ സാമ്പാസ്റ്റെ ഒരു കടൽ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കടലൊന്നും, ഇന്നത്തെ പോലെ സപ്തസമുദ്രങ്ങളൊന്നുമില്ല. ഒറ്റ കടലായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വൻകരയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒന്നായിരുന്നു. പിൽക്കാലത്ത് അത് ഭൂഖണ്ഡങ്ങളായി, ഉപഭൂഖണ്ഡങ്ങളായി, ദ്വീപുകളായി, ഉപദ്വീപുകളായിട്ടൊക്കെ മാറിപ്പോയി. എന്നാൽ കാലസമ്പൂർണത വരുമ്പോൾ പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും. അതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. അതെന്ന് സംഭവിക്കും? നമ്മുടെ കർത്താവ് ഭൂമിയെ ഭരിക്കാനായി വരുമ്പോൾ ഏകലോക സിദ്ധാന്തം നിലവിൽ വരും. 1000 ആണ്ട് വാഴ്ചയുടെ പഠനത്തിൽ അത് വിവരിക്കാം. ഒന്നായിരുന്നു ഭൂമി എന്നാണ് ഇവിടെ നാം പഠിച്ചത്. അത് പിന്നീട് ഉപഭൂഖണ്ഡങ്ങളായി മാറി. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഒന്ന് തുറന്നാട്ടെ. 1-ാം അധ്യായത്തിന്റെ 19-ാമത് വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. ഇംഗ്ലീഷ് പുസ്തകം കയ്യിലുള്ളവർ അതുകൂടെ ഒന്നും നോക്കണമേ. പ്രത്യേകിച്ചും മൂലഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന KJV തുറന്നു നോക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നായിരുന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. എന്നാൽ ദൈവജനം പഠിക്കുന്ന അംഗൻവാടി കുട്ടികൾക്ക് പോലും അറിയാം, ഭൂവാസികൾ പിരിഞ്ഞുപോയത് ഏബരിന്റെ കാലത്തല്ല, ബാബേൽ ഗോപുരം ഉണ്ടാകുന്ന കാലത്താണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണാം, ഭാഷാടിസ്ഥാനത്തിൽ അവർ പിരിഞ്ഞുപോയി. എന്നാൽ ഇവിടെ നാം വായിച്ച ദിനവൃത്താന്തം 1:19 ഏബരിന്റെ കാലത്ത് ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നുകാർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത് എന്നല്ല,
നിങ്ങളുടെ കയ്യിൽ KJV ഉണ്ടെങ്കിൽ നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, എർത്ത് വാസ് ഡിവൈഡഡ്. ഭൂവാസികൾ പിരിഞ്ഞു പോയതെന്നല്ല, ഭൂമി പിരിഞ്ഞു പോയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോഴൊന്നായിരുന്നു. വീണ്ടും സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയെ സൃഷ്ടിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ ഭൂമിയെ ഭരിക്കുമ്പോൾ, ഭൂമിയുടെ ശാപം മാറുമ്പോൾ, ഹല്ലേലൂയ, വീണ്ടും ദൈവം സൃഷ്ടിച്ചതുപോലെ ഒറ്റ വൻകരയായും ഒറ്റ സമുദ്രമായും മാറും. ഇക്കാരണത്താൽ ഈ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് ഇന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഏഷ്യാ ഭൂഖണ്ഡവും ആഫ്രിക്കൻ ഭൂഖണ്ഡവും തമ്മിലുള്ള അകലം അതിവേഗത്തിൽ കുറഞ്ഞു വരികയാണെന്ന് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നു. മഹാവിടന കാലം വരാൻ പോവുകയാണല്ലോ നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം. അന്ന് പ്രകൃതിയിൽ സംഭവിക്കാതിരിക്കുന്ന വലിയ വ്യതിയാനങ്ങൾ, ഭൂമി കീറുകളെ കീറുമ്പോൾ, ഭൂമി പൊടുപൊടെ പൊട്ടുമ്പോൾ, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടി കഴിയുമ്പോൾ, ഈ ഭൂമിക്കുണ്ടാകുന്ന വലിയ മാറ്റം അത് പൂർത്തിയാകുമ്പോൾ വീണ്ടും ഒന്നായി ചേരും. ആ ഭൂമിയിലാണ് നമ്മുടെ കർത്താവ് ഭരണം വരുന്നത്. തുടർന്നാണ് സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് അരുമനാഥന്റെ മടങ്ങിവരവിലേക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലേഖനത്തിലെ ഒന്നാമത്തെ മർമ്മം അതാണ്, സകലവും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരും എന്നിങ്ങനെയുള്ള കാലസമ്പൂർണതയിലെ ദൈവവ്യവസ്ഥയാണ് ഒന്നാമത്തെ മർമ്മം. മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഭൂമി മാത്രമല്ല, സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരും, പിന്നെയും ഒന്നായി ചേരും. അതാണ് കാലസമ്പൂർണതയിലെ അവസ്ഥ എന്ന മർമ്മം. ഇന്ന് ഡിനോമിനേഷനുകളൊക്കെ അതിർവരമ്പ് വെച്ച് സഭ ഭിന്നിച്ച് നിൽക്കുകയാണ്. മണവാളൻ മണവാട്ടിയെ ചേർത്ത് കഴിയുമ്പോൾ സത്യസഭ പിന്നെയും ഒന്നായി ചേരും. ഭൂമിയിൽ പിന്നെ ശേഷിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സഭയും ഒന്നായി ചേരും. ഇപ്പൊ പലതായി നിൽക്കുന്നല്ലോ, അത് പിന്നെയും ഒന്നായി ചേരും. അന്നിവിടെ ശേഷിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സഭയെല്ലാം കൂടെ ഒന്നായി ചേരുമ്പോൾ അതാണ് മഹദിയാം ബാബിലോൺ. പ്രൈസ് ദി ലോർഡ്. മർമ്മം മഹദിയാം ബാബിലോൺ. അതൊരു വലിയ സബ്ജക്റ്റാണ്. തീർച്ചയായും നമുക്ക് ഈ ബാച്ചിൽ തന്നെ അത് പഠിക്കുവാനിടയായി തീരട്ടെ. ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കുട്ടനാടിലൊക്കെ കർത്താവിന്റെ വേല ചെയ്തിട്ടുള്ളപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടമൊരുക്കുന്ന സമയത്ത് കർഷകർ അവരവരുടെ ഭൂമിക്കകത്ത് അവരവരുടെ വയലേലുകളിൽ ഇങ്ങനെ വരമ്പ് വെക്കും. എന്റെ 3 സെന്റ്, അച്ചായന്റെ 7 ഏക്കർ എന്നൊക്കെ പറഞ്ഞ് വരമ്പ് വെക്കും. എത്ര ഭംഗിയായിട്ട് വരമ്പ് വെച്ചാലും ഒറ്റ വെള്ളപ്പൊക്കം വരുമ്പോ ഒരു വരമ്പും കാണത്തില്ല എന്ന് പറഞ്ഞതുപോലെ അരുമനാഥന്റെ മടങ്ങിവരവിൽ ഈ അതിർവരമ്പുകളെല്ലാം മാറും. സത്യസഭ ക്രിസ്തുവിൽ ഒന്നായി ചേരും. പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനത്തിലെ രണ്ടാമത്തെ മർമ്മം നോക്കാം. അത് 3:3 നാം കണ്ടത്. എഫെസ്യ ലേഖനം 3:3 എന്താ പറഞ്ഞത്? വെളിപ്പാടിനാൽ അറിവായ മർമ്മം. ഞാനിതുവരെ ഇടതടവില്ലാതെ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭാര്യ എന്നെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു പറച്ചിൽ പറഞ്ഞു, ക്ലാസ് തീരുന്നത് വരെ ചുമക്കത്തില്ല. ഞാൻ ആ ധൈര്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. ദൈവകുഞ്ഞുങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എഫെസ്യർ 3:3 പറയുന്നു രണ്ടാമത്തെ മർമ്മം ഏതാണ്? വെളിപ്പാടിനാൽ അറിവായ മർമ്മം. ഏതാ വെളിപ്പാടിനാൽ അറിവായ മർമ്മം? 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് വെളിപ്പാടിനാൽ അറിവായ മർമ്മത്തെക്കുറിച്ച് പറയുന്നത്. ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയാണ്. 4-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണമെന്നുള്ളത് തന്നെ. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നു, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട മർമ്മം ജാതികളും ക്രിസ്തുവിന്റെ അവകാശത്തിൽ കൂട്ടവകാശികളായി തീരുമെന്നുള്ളതാണ്. ഇത് പൂർവ്വകാലങ്ങളിൽ ആർക്കും മനസ്സിലായിരുന്നില്ല. മോശയ്ക്ക് ശേഷമുള്ളവർക്കോ ആർക്കും മനസ്സിലായിരുന്നില്ല. ജാതികളെയൊക്കെ മാറ്റിക്കളയണം, മുടിച്ചു കളയണം, നശിപ്പിച്ചു കളയണം, ഓർമ്മ പോലും ശേഷിപ്പിക്കണമെന്നൊക്കെയാ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നൊരു മാർമിക സത്യമാണ്. കാലസമ്പൂർണത വരുമ്പോൾ പുറംപറമ്പിൽ കിടന്ന എന്നെയും നിന്നെയും ക്രിസ്തുവിൽ
ഒന്നായി ചേർക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് അതേ എഫെസ്യ ലേഖനത്തിലെ 2ാമത്തെ മർമ്മം, വെളിപ്പാടിനാൽ അറിവായ മർമ്മം. 6ാം വാക്യം ദൈവകുഞ്ഞുങ്ങൾ വീണ്ടും വായിക്കണം. എന്താണത്? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും. അവകാശത്തിൽ കൂട്ടവകാശി മാത്രമല്ല, ഏക ശരീരത്തിലും. ഗ്ലോറി, ഏക ശരീരം. ജാതി എന്ന് പറഞ്ഞ നിറത്തിന്റെ പേര് മാറ്റി നിർത്തിയെങ്കിൽ അതേ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ്. കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും. പോരാ, വാഗ്ദത്തത്തിന് പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഇതാണ് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്നിട്ട് അപ്പോസ്തലന്മാർക്ക് വെളിപ്പെടുത്തിയത്. വംശവിശുദ്ധിയിൽ പ്രശംസിക്കുന്ന യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ജാതികളെ നീക്കിക്കളയണമെന്നാണല്ലോ മോശ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളായി ജാതീയ സമൂഹങ്ങളും മാറി. അങ്ങനെയാണ് നമുക്കൊക്കെ പ്രാകാരത്തിൽ പോലും വരാൻ അവകാശമില്ലാത്ത നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അരികിലേക്ക് വരുവാനുള്ള അവകാശം ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയത്തില്ല. ന്യായപ്രമാണം പറയാണ് ജാതി അടുത്ത് വരരുത്. ആ ന്യായപ്രമാണത്തെ കൃപയുടെ പ്രമാണം ദുർബലമാക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ? ന്യായപ്രമാണത്തിന്റെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള ദയാരഹിതമായ ന്യായപ്രമാണ നിയമത്തെ ദുർബലമാക്കുകയാണ് ഇവിടെ കൃപയുടെ പ്രമാണം. നമുക്കത് പഠന വിഷയമാണ്. ന്യായപ്രമാണവും കൃപയുടെ പ്രമാണവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ബാച്ചിൽ അതൊക്കെ ഞങ്ങൾ ഒന്ന് തൊട്ടു നോക്കിയതാണ്. ഇപ്രാവശ്യം കുറെ കൂടെ ആഴത്തിൽ പ്രവേശിക്കാം എന്ന് ചിന്തിക്കുന്നു. അപ്പം ഈ കൂട്ടവകാശി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് ദൈവത്തിൽ എന്തൊക്കെ അവകാശമുണ്ടോ അതിനെല്ലാം ജാതികളായ നമ്മളും കൂട്ടവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞാലൊന്നും സ്തോത്രം വരത്തില്ല. അല്ലേ? നിന്നെ കയറിയിട്ടില്ലാത്ത വാഹനത്തെ കയറ്റാന്ന് പറഞ്ഞ് ഡിസ്പ്ലേ പൊട്ടുന്ന തരത്തിൽ നിങ്ങൾ ആരാധിച്ചേനെ. എടാ, പിതാവായ ദൈവത്തിന് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഒറ്റ അവകാശിയേ ഉള്ളൂ. അത് പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ ഇപ്പോൾ കൃപയാൽ 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 നാം ക്രിസ്തുവിന് കൂട്ടവകാശികളായി. ഇപ്പൊ ഒന്നായിട്ട് കൊടുക്കാനൊക്കത്തില്ല, വീതം വെച്ചേ പറ്റൂ. വളഞ്ഞിരിക്കുന്ന എനിക്കും ഒരു വീതമുണ്ട്, തരം നിറച്ച സാമ്പാസുക്കും ഒരു വീതമുണ്ട്, വയ്യാതിരിക്കുന്ന കുഞ്ഞെ നിനക്കും ഒരു വീതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ എന്തെല്ലാം അവണ്ടോ അതിനെല്ലാം നമ്മൾ അവകാശികളാണ്. അതാണ് കൂട്ടവകാശം. ദൈവത്തിനുള്ളതെല്ലാം ക്രിസ്തു മാത്രമായിരുന്നു അവകാശിയെങ്കിൽ സുവിശേഷം മുഖാന്തരം നാം ഓരോരുത്തരും അവകാശികളായി മാറി. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. 3-ാം അധ്യായം 14-ാം വാക്യം. ഗലാത്യർ 3:14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിന്നെയും അതേ ധൈര്യത്തോടെ കൃപാസനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി തുറന്ന പുതുവഴി എന്തിനാണ്? പ്രാകാരത്തിൽ അകന്നു മാറി നിന്ന് തൊഴുത് അവൻ ഈ കീറ്റിലയിൽ എറിഞ്ഞു തരുന്ന പ്രസാദം കൈക്കുമ്പിളി വാങ്ങാനല്ല. ഒരു കാലത്ത് അതായിരുന്നു. തൊട്ടാൽ അശുചി വരുമെന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞു തരുന്ന പ്രസാദം. കാക്ക കാച്ചിച്ച ഇലയ്ക്കകത്ത് ഇട്ടു തരുന്ന ആ പ്രസാദമല്ല സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നത്. പുത്രന് എന്തൊക്കെ അവകാശമുണ്ടോ അത് മുഴുവൻ നമുക്ക് തരിക. ഒരിക്കൽ അതിനുപോലും അവകാശം. കുഞ്ഞെ, പ്രാകാരത്തിൽ മാറി നിന്ന് കണ്ടു തൊഴുതു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചത്. ധൈര്യത്തോടെ സകാനഗാധകക്ഷാഭരാസന്ധര കൃപാസനത്തിന്റെ അരികിലേക്ക് വരാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് പ്രസംഗിക്കാത്ത ഉപദേശിമാരൊന്നുമില്ല. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ തന്നെ 7 അനുഗ്രഹങ്ങളാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ക്രിസ്തുവേശുവിൽ, അതാ ഇൻ ക്രൈസ്റ്റ്, അവിടെയാ കിടക്കുന്നത്. 3:14 ഗലാത്യർ 3:14. ദൈവകുഞ്ഞുങ്ങൾ നോക്കണം. നോട്ട് പ്രിന്റ് ചെയ്തൊന്ന് തെറ്റായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരെണ്ണം അതുകൊണ്ട് കുറിക്കുന്നില്ല.
ഹല്ലേലൂയ. പലരും കുറിക്കുന്നില്ല, എന്തൊക്കെയോ കുറിച്ചു വെക്കുന്നുണ്ട്. കുറിച്ചു വെച്ചാൽ തന്നെ വായിക്കുമോ ഞാനറിയാം. എന്താണ് ഇത് കഴിയുമ്പോൾ പരീക്ഷയുണ്ട്. അന്നേരം പിന്നെ ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. പരീക്ഷ എഴുതി തന്നെ വേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. മാർക്കിടുന്നത് ഞാനല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റി പ്രതിനിധിയും നിങ്ങളുടെ പ്രിൻസിപ്പളും ഒക്കെ മാർക്കിടുമ്പോൾ ഞാൻ കാണിച്ച ദയവ് അവര് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരും. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ വരുന്നത്? നീ ക്രിസ്തുവിലായാൽ. ക്രിസ്ത്യാനി എന്ന് പേരും പറഞ്ഞുകൊണ്ടിരുന്നാ വരത്തില്ല. അബ്രഹാമിന് എന്താ അനുഗ്രഹം? നീ നോക്കുന്നിടമൊക്കെ നിനക്കാർ, ജനമുക്ക് ചുറ്റും നോക്ക്, നീ കാണുന്നൊക്കെ നിനക്കാർ, നീ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേര് ഞാൻ വിശ്രുതമാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹത്തിന്റെ അയ്യരുകളിയാ. ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ നാം ക്രിസ്തുവിലാകണം. പോരാ. ആ വാക്യം ശ്രദ്ധിച്ചു വായിക്കണം. വളരെ ആഴമേറിയ ഒരു വിഷയമാണത്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കണം. എന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാനും പെന്തിക്കോസിൽ ചേർന്നേ, ഞാനും മീശ പഠിച്ചേ, ഞാനും കമ്മലൂരിയെ കിട്ടത്തില്ല. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞേ നിനക്ക് കിട്ടും. പക്ഷേ അതിന് നീ ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം. പല പെന്തിക്കോസുകാരും ഇതിനെ എതിർക്കുക. പണ്ടൊക്കെ കത്തോലിക്കരൊക്കെ എതിർക്കത്തുള്ളായിരുന്നു. ഇന്ന് പച്ച പെന്തിക്കോസുകാരും ആത്മാവിൽ ആരോധിച്ച പറയും അച്ഛൻ ഇളക്കപ്പെരുക്കുവാന്ന് പറയും. ഇവന് ഇളക്കവും ഇല്ല, അതുകൊണ്ട് നല്ല ആത്മീയമായൊരു പെരുക്കവും കിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്ത് ആത്മാവെന്ന വാഗ്ദത്തം, ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചാൽ അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹമെല്ലാം ക്രിസ്തുവിലായ നിനക്ക് വിശ്വാസത്താൽ ലഭിക്കും. അതെ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനുള്ള മുദ്രയാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് പറഞ്ഞ വാഗ്ദത്തമെല്ലാം കുഞ്ഞെ നീ അതിന്റെ ഓഹരിക്കാരിയാണ് എന്നുള്ളതിന് സ്വർഗത്തിലെ ദൈവം മുദ്ര വെച്ച് ഉറപ്പിക്കുന്നതാണ് അഭിഷേകം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നീയും പുത്രത്വത്തിലേക്ക് വരും, പുത്രന്റെ അവകാശത്തിലേക്ക് വരും, ക്രിസ്തുവിന് കൂട്ടവകാശിയാകും. എഫേസ്യർ 3:5 ഞാനൊന്നുകൂടെ വായിക്കാം. ഇതാണ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന മർമ്മം. അപ്പോസ്തലന്മാർക്ക് പിൽക്കാലത്ത് ആദിമ നൂറ്റാണ്ടിൽ അത് വെളിപ്പെട്ടു എന്നുള്ളത് അവിടെ നോക്കിയിരിക്കുന്നു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മം. അങ്ങനെയാ. എവിടെയാണ് മറഞ്ഞു കിടന്നത്? വല്ല കരിങ്കൽ ചൂടയിലും മറഞ്ഞു കിടക്കുകയായിരുന്നോ? മണ്ണിനടിയിൽ മറഞ്ഞിരിക്കുകയായിരുന്നോ? അങ്ങനെയല്ല. എഫേസ്യർ 3:9 പറയാണ്, ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. പ്രൈസ് ദി ലോർഡ്. ഇത് മറഞ്ഞു കിടന്നത് ആമേൻ ഹല്ലേലൂയ നമ്മുടെ അപ്പനായ ഹല്ലേലൂയ ദൈവത്തിലാണ്. എന്നാണ് മറഞ്ഞു കിടക്കാൻ തുടങ്ങിയത്? അനാദികാലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയം. ആമേൻ. ആദിയിൽ ദ ബിഗിനിങ് ഓഫ് ടൈം എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ടോ? അതിനു മുമ്പാണ് അനാദികാലം. ആദിക്ക് ആരംഭം കുറിക്കുന്നതിന് മുൻപ് ദൈവം എന്നുണ്ടോ? ദൈവത്തിന് ആമേൻ കൃത്യമായ രാവ് പറയാൻ പറ്റത്തില്ലോ. ആമേൻ അനാദിയായും ശാശ്വതമായും ദൈവമാ. അപ്പൊ അന്ന് തൊട്ടേ ഈ ചിന്തയുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞെ നിന്നെയും ആമേൻ എന്നെയും തന്റെ ഓമനപുത്രന് മണവാട്ടിയാക്കി ചേർക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് അതെ ആമേൻ 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 ആമേൻ. അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം. റോമാലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം 11-ന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായി നിയമിച്ചത്. മറ്റവന്മാരൊക്കെ അംഗീകരിക്കാൻ കുറച്ച് പാടുപെട്ടെങ്കിലും അദ്ദേഹത്തിന് അറിയാമായിരിക്കുന്നു, ഞാൻ ദൈവേഷ്ടത്താലാണ് അപ്പോസ്തലനായത്. പ്രൈസ് ദി ലോർഡ്. റോമർ 11:13 അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു, ജാതികളുടെ അപ്പോസ്തലൻ. മറ്റ് 12 പേരും അങ്ങേ ചേരിയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രജാതിക്ക് വേണ്ടി ദൈവോരുത്തനെ എഴുന്നേൽപ്പിച്ചു. ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവ് തുടങ്ങി വെച്ചിട്ടാ പോയത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആരും അതിന് തയ്യാറായില്ല.
അപ്പോൾ തമ്പുരാൻ ഈ വിഷയം പത്രോസിനെ കൊണ്ടത് സമ്മതിപ്പിക്കാൻ വേണ്ടി 4 പ്രാവശ്യം തുപ്പട്ടി ഇറക്കേണ്ട ഗതികേട് വന്നു. പത്രോസിന്റെ മനസ്സിൽ നിന്ന് ഈ ജാതി ചിന്ത അങ്ങനെ ഉണ്ടല്ലോ. പണ്ടേ അങ്ങനെ അല്ലായിരുന്നോ? ആത്മാവിന്റെ നിറുകയിൽ നിന്ന് മിരിയ. പക്ഷെ കറുപ്പിനോടുള്ള വെറുപ്പ് അവിടെ ഉള്ളിലുണ്ടായിരുന്നു. തുള്ളിച്ചതാ 72 മണിക്കൂർ ഒറ്റ തപ്പുകൊണ്ട് അവൻ 30 ലക്ഷം ജനത്തെ നിർത്താതെ തുള്ളിച്ചവളാ പ്രവാചകി. പക്ഷെ അകത്തെന്തുണ്ടായിരുന്നു? മോശ പൂശ സ്ത്രീയെ, കറുത്ത പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ വെറുപ്പ് അകത്ത് കിടന്നു. അപ്പൊ പിന്നെ ആ വംശത്തിൽ മുന്നോട്ട് വന്ന പത്രോസിന്റെ മനസ്സിലുണ്ടാകാതിരിക്കുമോ? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിക്കണം. 14 വരെ വായിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒരു ദുപ്പട്ടി ഇറക്കി കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളും അതിലുണ്ട്, കുഞ്ഞെ നീ അറുത്ത് കഴിക്കടാ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഈ പത്രോസ് യേശുവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മളുണ്ടല്ലോ. അതിന്റെ നോക്കൂ, പത്രോസിന്റെ മനസ്സിൽ നിന്ന് ജാതി ചിന്ത നീക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് കൊടുത്തത്. പക്ഷെ പത്രോസ് പറയാ 14-ാം വാക്യം, ഒരിക്കലും പാടില്ല കർത്താവേ. എനിക്ക് തെറ്റുപറ്റിയാലും കർത്താവെ നിനക്ക് തെറ്റുപറ്റരുത്. ഒരിക്കലും പാടില്ല കർത്താവെ. മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തൊട്ടിട്ടില്ലല്ലോ. ഞാൻ അറിയാതെ നീ തൊട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പത്രോസ് കർത്താവിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. പത്രോസ് കർത്താവിനെ തിരുത്താൻ ശ്രമിക്കുക. അത്ര ആഴത്തിൽ കിടക്കുന്നതാണ് ജാതി ചിന്ത. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ ലേഖനത്തിലെ 2ാമത്തെ മർമ്മം ജാതികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരും എന്നുള്ളതാണ്. ഇനി 3ാമത്തെ മർമ്മം നോക്കാം. എന്താണ് പറഞ്ഞത്? 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലാണ് അതിപ്രധാനമായ 4 മർമ്മങ്ങളിൽ 3ാമത്തേത് കിടക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് വലിയ മർമ്മമെന്നാണ്. ഈ മർമ്മം വലിയത്. 5:32 ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ സഭയിലുള്ള ആൾക്കാരുടെയൊക്കെ കല്യാണം നടത്തുമ്പോൾ ഒടുവിൽ ഇത് ആരെ കൊണ്ടേലും വായിപ്പിച്ചിട്ട് പറയും, ഇത് വലിയ മർമ്മമാണ്, നിങ്ങളെ ഉദ്ദേശമല്ല പറയുന്നത്, ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് വിവാഹിതരാകുന്ന നിങ്ങൾ അടുത്ത ദിവസം ഒരു ശരീരമായി മാറുന്നതുപോലെ കാഹളം ധ്വനിക്കുമ്പോൾ മധ്യാകാശത്തിൽ ഒരു വിവാഹം നടക്കും. അന്ന് മണവാട്ടി മണവാളനായ ക്രിസ്തുവിനോട് ഒരു ശരീരമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ആമേൻ. ഇവിടെയാണ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെന്നുള്ള പഠനം അതിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. ആമേൻ. നാം ക്രിസ്തുവിൽ പ്രാപിച്ച 7 അവകാശങ്ങളെ കുറിച്ചൊക്കെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു. പക്ഷെ അതിന്റെ പൂർണ്ണത വരുന്നത് ഇവിടാണ്. അല്പവും അകന്നു നിൽക്കാതെ ക്രിസ്തുവിൽ ഒന്നാകും. നമ്മളൊക്കെ പണ്ടൊക്കെ ഈ സ്റ്റുഡിയോയിൽ പോയി വിവാഹം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. അയ്യോ, ഫോട്ടോ എടുക്കാൻ കൊടുത്താല് അത് കിട്ടാൻ പറയും, 1 മാസം കഴിഞ്ഞ് വരാൻ പറയും. ചെന്നാൽ കിട്ടും, അടുത്ത ആഴ്ച വരാൻ പറയും. കിട്ടിയാൽ ഏതാണ്ട് പോലൊക്കെ. പ്രൈസറോ, 1-ാം വർഷത്തിൽ വിവാഹത്തിന്റെ വധൂവരന്മാർ ഫോട്ടോ എടുത്താൽ ക്യാമറാമാന് വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ ക്യാമറയിലോട്ടൊന്ന് നോക്കിക്കാൻ. പരസ്പരം നോക്കിയിരിക്കും. പ്രൈസറോ, മനസ്സിലാവുന്നില്ലായിരിക്കാം. നിങ്ങളുടെ പറച്ചിൽ കണ്ടിട്ട് അങ്ങനെയൊന്നും അല്ല. ആദ്യം കണ്ണെടുക്കാതെ നോക്കിയിരുന്ന. എന്നാൽ 2-ാം വിവാഹ വാർഷികത്തിനാകുമ്പോൾ ഇവർ നേരെ നോക്കും. ക്യാമറാമാന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ക്യാമറയിലോട്ട് തന്നെ നോക്കും. ഒരു 3-4 വിവാഹ വാർഷികം കഴിയുമ്പോൾ ഇവരെ ക്യാമറയിലോട്ട് നോക്കിക്കാൻ വലിയ പാടാ. ഒരുത്തി അങ്ങോട്ട് നോക്കും, ഒരുത്തിന് ഇങ്ങോട്ട് നോക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അകലുന്നത്. പക്ഷേ ഒന്നായി ചേരുക. പ്രൈസ് ദി ലോർഡ്. സകലവും ക്രിസ്തുവിൽ പിന്നെയും ഒന്നായി ചേരുക എന്നുള്ള കാര്യസമ്പൂർണ്ണത വ്യവസ്ഥ, ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പഠനം പൂർണ്ണത പ്രാപിക്കുന്നത് ഇവിടെയാണ്. അതല്ലേ പൗലോസ് പറഞ്ഞത്, നാം അവനിലും അവൻ നമ്മിലുമായി തീരുന്ന അവസ്ഥ. ഏതൻസിലെ പ്രസംഗം നടക്കുക ബുദ്ധിരാക്ഷസന്മാരുടെ ആ സ്ഥലത്ത്, പ്ലേറ്റോയുടെ അരിസ്റ്റോട്ടലിന്റെ പതഗോറസിന്റെ ഒക്കെ നാട്ടിലിരുന്നു കൊണ്ട് പൗലോസ് ആ അരയോഗകുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവരുടെ ഒരു കവിത ചൊല്ലുന്നുണ്ട്. അതാണ് 17:28, അപ്പോസ്തലപ്രവൃത്തി 17:28. അത് അവിടുത്തെ പ്രസിദ്ധനായ ഒരു കവി എപ്പിമെനഡീസ് എന്ന എഴുത്തുകാരന്റെ
ക്രീറ്റീക്ക എന്ന കവിതയാണ് പൗലോസ് അവിടെ ഉദ്ധരിക്കുന്നത്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 17:28. അത് ഇൻവെർട്ടഡ് കോമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവനിലല്ലോ നാം ജീവിക്കുകയും ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. ഈ എപ്പിമെനഡീസിന് ഇത് അറിയത്തില്ല, പക്ഷേ ആത്മാവിന്റെ വെളിച്ചം കിട്ടുമെന്ന് പറഞ്ഞു. അതിനകത്ത് വരെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കൂ, അവനിലല്ലോ നാം ജീവിക്കുകയും. നമുക്ക് പറയാൻ പറ്റുമോ? എപ്പിമെനഡീസിന് പറയാൻ പറ്റി. അതിൽ ക്രിസ്തുവിനെ ഉദ്ദേശിച്ചൊന്നുമല്ല പറഞ്ഞത്, ഏതോ കവിത ചൊല്ലിയപ്പോ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. പ്രിയരെ, ഈ നല്ല വാക്ക് ഉപയോഗിച്ച് ഒരാൾ പ്രസംഗിച്ചാൽ, ഒരർത്ഥവത്തായ കവിതയോ ശ്ലോകമോ സൂക്തമോ എന്തെങ്കിലും പ്രസംഗത്തിൽ ഉരുവിട്ടാൽ സഹിക്കാൻ വയ്യാത്തവർ പറയും, മൊത്തം ഒരു സാഹിത്യം. ഇത് കേട്ട് മടുത്തവനാ ഞാൻ. പക്ഷെ ഞാൻ നിർത്തത്തില്ല. കഴിയുമെങ്കിൽ നല്ല വാക്ക് തന്നെ എന്റെ യേശുവിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കണം. പക്ഷെ ഏതൻസിലെ ആൾക്കാർ അതിനെ എതിർത്തില്ല കേട്ടോ. അവരങ്ങനെ പറഞ്ഞില്ല, അവർ ശ്രദ്ധിച്ചു. പ്രിയരെ, വിമർശിക്കുന്നതിന് പകരം ഒരാൾ നല്ല പദങ്ങളിൽ ഉപയോഗിച്ച് പ്രസംഗിക്കുമ്പോൾ വിമർശിക്കുന്നതിന് പകരം കഴിയുമെങ്കിൽ നിങ്ങൾ നല്ല പദം ഉപയോഗിച്ച് പ്രസംഗത്തെ ആകർഷകമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നല്ല വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരണമെങ്കിലേ നമ്മുടെ അകത്ത് പദങ്ങളുടെ ഒരു നിക്ഷേപം ഉണ്ടാകണം. SBIയിലെ നിക്ഷേപത്തിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. SBI നിക്ഷേപം കുമിഞ്ഞു കൂടിയാലൊന്നും നിന്റെ വായിൽ നിന്നും നല്ല പദം പുറത്തു വരത്തില്ല. വീട്ടിൽ നല്ല കാര്യം പറയണം. ജോലി സ്ഥലത്ത് നല്ല പദങ്ങൾ ഉപയോഗിക്കണം. ആമേൻ, ഹല്ലേലൂയ. കൊളോക്കിയലായിട്ടുള്ള വാക്കുകൾ ഒന്നും നമ്മുടെ പ്രസംഗത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുക. അല്ലെ, കേൾക്കുന്ന അറിവുള്ളവർ പറയും, ഇവനേക്ക് ആരടാ പഠിപ്പിച്ചത്? ഞാൻ വെറുതെ തുമ്മണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു ദേവദാസൻ പ്രസംഗിച്ചതാണ്. സമയം കൊടുത്തത് ചില കുറഞ്ഞുപോയി. പുള്ളി പറഞ്ഞ, ഈ വിഷയം പറഞ്ഞു തരാൻ തോനെ നേരം വേണോ? ധാരാളം സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ഇപ്പം വീട്ടിൽ പറയുന്ന എവിടെ എടുത്തിരുന്നേ? തോനെ നേരം മുമ്പിലിരുന്ന് പണ്ട് കുട്ടികൾ ശല്യമുണ്ടാക്കിയപ്പോൾ നമ്മുടെ സാംസാനറിയാം, ദൈവത്തിന് സ്തോത്രം, ഭീമൻ പപ്പച്ചൻ ഇങ്ങനെ പറയാനിടയായിട്ട്, അല്ല ഭീമൻ പപ്പച്ചൻ അല്ലല്ലോ, ഊണി സാറിന്റെ കാലത്താണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, പല പ്രാവശ്യം ആവർത്തിച്ചു, മാതാപിതാക്കൾ കുട്ടികളെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഇവര് നിയന്ത്രിക്കുന്നില്ല. അപ്പം ഉള്ളിൽ കടി വന്ന ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, വേദിയുടെ തൊട്ടു മുമ്പിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്ന നമ്മുടെ കുട്ടികൾ മൽക്കീസേദത്തിന്റെ ക്രമപ്രകാരമുള്ള നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ കാര്യം കൈകാര്യം ചെയ്യണം. പറഞ്ഞത് അങ്ങേയറ്റത്തെ കാര്യമാണ്. ഈ ഇരുന്ന് കരയ്ക്കുന്ന പിള്ളേരുടെ അപ്പനും അമ്മയും വന്ന് നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയില്ല. അതിന് പുള്ളി പറഞ്ഞതാണ് മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരമുള്ളത് എന്ന് പറഞ്ഞാൽ മാതാവില്ല, പിതാവില്ല, ജീവാരംഭമില്ല, ജീവാവസാനമില്ല. പറഞ്ഞത് അങ്ങേയറ്റത്തെ കാര്യമാണെങ്കിലും എത്ര മനോഹരമായാ പറഞ്ഞത്. മുമ്പിൽ നിന്ന് പിള്ളേര് സംസാരിച്ചപ്പോൾ ഒരു പുള്ളി പറഞ്ഞ, തള്ള ഈ അപ്പിയെ ഇറ്റിപ്പോലൊന്ന് അടക്കിയാണ്. എങ്ങനെ ഇരിക്കും? ദൈവത്തിന് പ്രസംഗിക്കുകയാണെന്ന്, തള്ള ഈ അപ്പിയെ ഇറ്റിപ്പോലൊന്ന് അടക്കിയാണ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരരുത്. വാക്കുകൾ സൂക്ഷിക്കണം. ഇച്ചിരി, ഇമ്മിണി, ഒത്തിരി, തോനെ, ഇത്തിപ്പോലം, തൊണ്ട കീറി കരോട്ട് പോയി, കൊച്ചുങ്ങളെ ഒച്ചപ്പാടുണ്ടാക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവന്റെ സ്റ്റാൻഡേർഡുണ്ട്. നീ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണ്, സ്വർഗത്തിന്റെ അംബാസഡറാണ്. നല്ല വാക്കുകൾ ഉപയോഗിക്കണം. ഞാൻ സാധാരണ കേട്ടിട്ടുണ്ട്, ഇന്ന് ടിവിയിലൊക്കെ കത്തി നിൽക്കുന്നവരാ പറയുമ്പോൾ പുസ്തകം എന്ന് പറയത്തില്ല, പൊത്തോന്നേ പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞ ഈ കറുത്ത പൊത്തം ചുമന്നാൽ ഒരുത്തന് മുടിയത്തില്ല കേട്ട. ഇവനിത് കറുത്ത പുസ്തകം കണ്ടിട്ട് ചുമന്നതുമുണ്ട്. ഇത് പുസ്തകമെന്നേലും പറയാൻ പഠിക്കണം പ്രസംഗികൾ. നിങ്ങൾ അലമ്പുണ്ടാക്കിയാൽ എനിക്ക് എന്റെ ഏനക്കേട് വരും. ഒരു ഉപദേശം പറഞ്ഞ എന്താ ഇതൊക്കെ പറയുന്നത്? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നന്നായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. വാക്യം വായിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് ജനം താമസിച്ചു. ഒത്തിരി കൊല്ലം ആയല്ലോ. ഇനി ഇതൊക്കെ
എനിക്കിതൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറും. പുസ്തകം എഴുതൂടെ പറയുന്നത്? അതൊന്നുമല്ല നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. നാം ക്രിസ്തുവിന്റെ ജ്ഞാനം പ്രാപിച്ചു വേണം. ഈ പദങ്ങളൊക്കെ ഒഴിവാക്കി നല്ല പദം ഉപയോഗിക്കണം. മറ്റൊരാള് ഒരനുഭവം പറഞ്ഞതാ. ഇവിടെ ഭാരം തോന്നരുതേ, ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ചൂളയിൽ വെക്കുന്നതിന് മുൻപാണ് ഉടച്ചു പണിയാം. ശരിയല്ലേ സാംസാറെ? ചൂളയിൽ കയറ്റുന്നതിന് മുമ്പാണെങ്കിൽ ഉടച്ചു പണിയാം അല്ലേ, വീണ്ടും രൂപപ്പെടുത്താം. എന്നാൽ ചൂളയിൽ വെച്ച് ചുട്ടെടുത്തിട്ടാണ് പിന്നെ ഉടഞ്ഞാൽ ഓടൊന്നിനും കൊള്ളതില്ല. ഒരാള് കവലയ്ക്ക് നിന്ന് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഒരാൾ വന്ന് ചീത്ത വിളിച്ചു, അസഭ്യം പറഞ്ഞു. ഇദ്ദേഹം പ്രസംഗവേദിയിൽ പറയാണ്, ഞാൻ അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോറി ഒരുത്തന് ഇങ്ങോട്ട് വന്ന് രണ്ടക്ഷരമുള്ള ഒരു തെറിയാണ്. അതിൽ ഒരക്ഷരം വിട്ടിട്ട് പറയാ, അത് കൂട്ടി തെറി പറഞ്ഞു. രണ്ടക്ഷരമുള്ള അസഭ്യമാണ്. അതിൽ ആദ്യത്തെ ഒരക്ഷരം എടുത്തുകൊണ്ടാണ് ഇവൻ പറയുന്നത്, ഇത് കൂട്ടി തെറി പറഞ്ഞത്. രണ്ടക്ഷരമുള്ള ചീത്തയിൽ ഒരക്ഷരമേ പറഞ്ഞുണ്ടെങ്കിലും ഏത് കൊല ചീത്തയാ നീ പറഞ്ഞതെന്ന് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം. അവനെന്നെ അസഭ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ പോരെ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള നമ്മുടെ വാക്ക് നിമിത്തം മറ്റു പ്രസംഗകരും നിന്ദിക്കപ്പെടും. അതെ, നല്ല വാക്ക് പറഞ്ഞ് പ്രസംഗിക്കുന്നവരെ വിമർശിക്കാതെ നമുക്കും ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കാം. പ്രസംഗവേദിയിൽ നല്ല വാക്ക് നമ്മുടെ അധരങ്ങളിൽ വരണമെങ്കിൽ നമ്മുടെ ജീവിത മേഖലയിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ നല്ല പദങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കണം. വീട്ടിലും തൊഴിൽ മേഖലയിലും പറയുന്ന പദം ഹീനമാണെങ്കിൽ പ്രസംഗവേദിയിലും അങ്ങനെയുള്ള പദങ്ങൾ കയറി വരും. എനിക്ക് നമ്മുടെ മാഡം നിർദ്ദേശം തന്നിട്ടുണ്ട്, ഹോമിലിറ്റിക്സ് പഠിപ്പിക്കണം, പ്രസംഗശാസ്ത്രം പഠിപ്പിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തില്ല, അതിനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇപ്രാവശ്യം അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അന്ന് നമുക്ക് കൂടുതൽ പഠിക്കാം. ഓക്കെ, എഫേസ്യ ലേഖനത്തിലെ 4-ാമത്തെ മർമ്മം നോക്കാം. എഫേസ്യ ലേഖനത്തിലെ 4-ാമത്തെ മർമ്മം, 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യം. സുവിശേഷത്തിന്റെ മർമ്മം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്നു സുവിശേഷത്തിന്റെ മർമ്മം, അഥവാ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം. എന്താ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം? രക്ഷ ക്രിസ്തുയേശുവിൽ മാത്രമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ കർത്തവ്യം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ സുവിശേഷത്തിന്റെ മർമ്മം വെളിപ്പെടും. നീ അതിന് തലയ്ക്ക് പിടിച്ചിട്ട് ഗുരുഗോ ആരുടെ ഉച്ചയ്ക്ക് തുപ്പി വെക്കേണ്ട കാര്യമൊന്നുമില്ല. യേശുക്രിസ്തുവാണ് ദൈവപുത്രൻ, സാധ്യങ്ങളെ സാധ്യമാക്കും ദൈവപുത്രൻ, ഏക സത്യദൈവം, നമ്മുടെ രക്ഷകൻ, ആമേൻ, മരണത്തെ ജയിച്ചവൻ യേശുക്രിസ്തുവാണെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തിയാൽ മതി. സുവിശേഷത്തിന്റെ മർമ്മം എന്താണെന്ന് ജനത്തിന് മനസ്സിലാകും. ഇവിടെ പറയപ്പെട്ട 4 മർമ്മങ്ങൾ വിശദീകരിക്കുമ്പോൾ 7 പ്രാവശ്യം മർമ്മം എന്ന പദം പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പ്രാരംഭത്തിൽ കണ്ടാൽ എന്താണ് മർമ്മം? ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. അതിനെയാണ് മർമ്മം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്റെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറയുന്നത്, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ അത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ. ആമേൻ, ആമേൻ. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കണം നാം എന്നാണ് ഹല്ലേലൂയ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരം. കൊരിന്ത്യ ലേഖനം എടുക്കാമോ? 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
അവിടെ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. തിരുവചനം പറയാണ്, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാർ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ഉള്ളിന്റെ ഉള്ളറയിൽ വിലപിടിപ്പുള്ള മൂല്യമുള്ള പല കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗികളെ ദയവായി ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ പുസ്തകം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വചനത്തിൽ അധ്വാനിക്കുന്നവനെയാണ് ഇരട്ടിമാനത്തിന് യോഗ്യനെന്നെണ്ണുന്നത്. പ്രൈസ് ദി ലോർഡ്. 5 നിലയുടെ പുറത്ത് 1 നിലയുടെ വെക്കുന്നവനെ അല്ല, വചനത്തിൽ അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരെന്നെണ്ണണം. ഈ വചനത്തിൽ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. അതിൽ വിലയേറിയ നിധി നിക്ഷേപങ്ങളുണ്ട്. അത് കണ്ടെത്തണം. യേശു പറയുന്നു, അവൻ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഗ്രഹവിചാരകൻ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നത് പഴയതൊന്നും വേണ്ട, പുതിയത് മതി. എന്റെ യേശു പറഞ്ഞ അങ്ങനെയല്ല. പഴയതിലും മറഞ്ഞു കിടപ്പുണ്ട് അനുഗ്രഹീതമായ നിധികൾ, പുതിയതും നിറച്ചു നിധിയാണ്. അപ്പൊ ഇതിനകത്തുണ്ട് മഹാസത്യങ്ങളുടെ ആഴമേറിയ കലവറകളുണ്ട് മക്കളെ. അത് എടുത്തു കൊടുക്കണമെങ്കിൽ അതിനകത്ത് അധ്വാനിക്കണം. ഞാൻ വേദനയോടെ പറയട്ടെ, 40 കൊല്ലത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്, പലപ്പോഴും ദൈവദാസന്മാരായ നാം ദൈവസന്നിധിയിൽ വന്നിരുന്നതിന് ശേഷമാണ് ദൂതൊരുക്കുന്നത്. അയ്യോ കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുന്നത്? സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്, സങ്കീർത്തനത്തിൽ ഏതൊക്കെയോ പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ സമയമില്ലാത്തത് കൊണ്ട് നിർത്തി. പിന്നെ എന്തിനാ നിന്നെ നിർത്തിയിരിക്കുന്നത്? നിന്നെ നിർത്തിയിരിക്കുന്ന അകത്തേക്ക് കയറാനാ. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സങ്കീർത്തനത്തിന്റെ അകത്ത് കയറാൻ വേണ്ടി തന്നെയാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യത്തിന് സമയം കൊടുക്കും. ഈ സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്ന സമയം ഇതൊന്ന് കേൾക്കാതെ കുനിഞ്ഞിരുന്ന് ഈ സാക്ഷ്യത്തിന് ശേഷം ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഉണ്ടല്ലോ. ഒരു കൊച്ചു പറഞ്ഞു കേട്ടതാ കേട്ടോ, ഞങ്ങളുടെ സഭയിൽ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഉണ്ട്. അതെന്നാന്ന് വെച്ചോണ്ട് ഇവൻ പറഞ്ഞാൽ, ആദ്യം സഭായോഗം തുടങ്ങുമ്പോൾ ഇരുന്നോണ്ട് 2 പാട്ട്, പിന്നെ നിന്നോണ്ട് 2 പാട്ട്, ഒടുവിൽ ഒരു കൂടിപ്പെയ്ത്ത് പോലൊരു പാട്ട്. അതെല്ലാം കഴിയുമ്പോൾ ഒരാളുടെ പ്രാർത്ഥന, 2 പേരുടെ പ്രാർത്ഥന, അത് കഴിഞ്ഞ് സങ്കീർത്തനം കഴിഞ്ഞിട്ട് ഒരു സാക്ഷ്യം, പ്രബോധനം. ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് മധ്യപൂർവ്വ ദേശത്ത് കലഹം തുടങ്ങും. വയറ്റിലേ പരവേശം ഉണ്ടാവും. പ്രത്യേകിച്ച് എന്നെ പോലുള്ള പുള്ളികൾക്കൊക്കെയാണ് കൂടുതലുണ്ടാവും. അപ്പൊ എങ്ങനെയും ആശീർവാദം പറഞ്ഞ് പോകാന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഈ സങ്കീർത്തനം ദൈവവചനമല്ലായിരുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞില്ല, പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ വേറൊരു റൂട്ട് ഇവിടെ പറയും. ഇതിനാണില്ല കൊച്ചു പറഞ്ഞത് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. മനസ്സിലായോ? നമ്മൾ അങ്ങനെയായി തീരാതെ ആഴത്തിലേക്ക് ഇറങ്ങണം. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കണം. ആമേൻ. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്ന, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റണമെങ്കിൽ ഗ്രഹവിചാരകത്വം നടത്തണം. ഗ്രഹവിചാരകൻ അന്വേഷിക്കുന്നതോ അവൻ വിശ്വസ്തനായിരിക്കണം. ഇതിനകത്ത് വിലപ്പെട്ടതുണ്ട്, ഇതിനകത്ത് മൂല്യമേറിയതുണ്ട്. അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതൊക്കെ വിനിമയം ചെയ്താൽ നീയാണ് വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. PhD-കാരായിരിക്കണമെന്നല്ല, ഡോക്ടറേറ്റ് എടുക്കണമെന്നല്ല. എടുക്കുന്നവരെ എനിക്ക് സന്തോഷമുണ്ട്, എടുത്തോ, 4-5 ഡോക്ടറേറ്റ് എടുത്തോളൂ, ഞങ്ങളതിന് റെഡിയായിട്ടൂടെ ഇരിക്കുക. പക്ഷെ നിന്റെ ഡിഗ്രി അനുസരിച്ച് ഞാൻ പറയട്ടെ, ഇയ്യോബിനെ കുറിച്ച് ദൈവം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ നിഷ്കളങ്കനായ ഇയ്യോബിനെ നിനക്കറിയാം. ഇന്ന് ദൃഷ്ടി വെച്ചോന്നല്ലേ ചോദിച്ചേ? അല്ലേ? അങ്ങനല്ലേ ചോദിച്ചേ? അല്ലാതെ 7000 ഒട്ടകമുള്ള 7000 ആടുള്ള ഇയ്യോബിനെ ദൃഷ്ടി വെച്ചൊന്നാണ്. 3000 കാളയുള്ള അല്ല. നമ്മുടെയൊക്കെ നാട്ടിലൊരാളെ പരിചയപ്പെടുന്ന 2 ടിപ്പറുള്ള ആളിനെ അറിയാവുന്ന ചെയ്യുന്നു. പക്ഷെ ദൈവം തമ്പുരാൻ നിന്റെ സമ്പത്തിന്റെ മൂല്യം ഒന്നുമല്ല നോക്കുന്നത്, നിന്റെ ഹൃദയമാണ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ദൈവമർമ്മങ്ങൾ ജനത്തിന് വെളിപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ ശുശ്രൂഷകന്മാർ. സാധാരണ പ്രാർത്ഥനാവേളയിൽ ഞാനിത് കേട്ടിട്ടുണ്ട്, ഈ വെളിപ്പെടുത്തണേ, മർമ്മം വെളിപ്പെടുത്തണേ, കർത്താവേ നിന്റെ ദാസന് മറഞ്ഞിരിക്കുന്ന മർമ്മം വെളിപ്പെടുത്തി കൊടുക്കണേ. ഇതാരാന്നറിയാം? ഇവിടെ വീട്ടിലാരാ കൂടോത്രം ചെയ്തെന്ന് ഉപദേശിക്ക് വെളിപ്പെടുത്തി കൊടുക്കണേന്നാ. പിണങ്ങിയവർക്കായി സ്തോത്രം. ഉപദേശിക്ക് ഇതാണ് പണി. അല്ലല്ല, എന്നെയോ
മർമ്മം വെളിപ്പെടുത്തണം. ദൈവവചനത്തിന്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന സ്വർഗീയ നിക്ഷേപം എന്താണെന്ന് താവേ ഇന്ന് ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ എന്റെ അന്തരാത്മാവിലൊന്ന് വെളിപ്പെട്ട് കിട്ടണമേ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം നോക്കൂ, എന്താണ് മർമ്മം? അവരോട്, കൊലോസ്യർ 1:27, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഏതാണ് ആ മർമ്മത്തിന്റെ മഹിമാധനം? കൊലോസ്യർ 1:27. നമ്മൾ പ്രാരംഭത്തിൽ ഇങ്ങനെ, എനിക്ക് ആവേശം വന്ന ഞാൻ വീണ്ടും ശബ്ദം ഉയർത്തും, എന്റെ കർത്താവെ ചുമ വരത്തില്ലെന്ന് എന്റെ ഭാര്യ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവേശത്തോടെ പറയുന്നില്ല, പറയാം. നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞ എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ചേർത്തു പഠിക്കേണ്ടതാ. നോക്കൂ, ഈ മർമ്മത്തെക്കുറിച്ച് പറയാണ്. ഗ്രഹവിചാരകന്മാർ എടുത്തു കൊടുക്കേണ്ട മർമ്മം കൊലോസ്യർ 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്താണത്? ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. എത്ര പേര് ജനത്തെ പറഞ്ഞു കൊടുക്കും? അമ്മാമേ വയറ്റുവേദനയാണോ? ഞാൻ അങ്ങോട്ട് വരട്ടെ. ക്രിസ്തു നിന്റെ അകത്തോട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ പൂത, ഓ കൃപയുള്ള ശുശ്രൂഷകൻ വരട്ടെ, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിന്റെ കാൽ കീഴെ ചതച്ചു കളയുമെന്നുള്ള മർമ്മം. ആമേൻ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനെ നിന്നിൽ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ മർമ്മമാണ്. അത് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ ഉപദേശിമാരെല്ലാം വൺ മാൻ ഷോ നടത്തും. സാധാരണ നമ്മുടെ ഈ പലരും സഭകൾ ചർച്ചകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞിട്ട്, ശുശ്രൂഷയുടെ സമയത്ത് പറയത്തില്ല, പ്രസംഗത്തിന് ശേഷം പറയും, സഹോദരോട് രഹസ്യമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് കേട്ടോ, സഹോദരനോട് രഹസ്യമായിട്ടൊരു ദൂത് പറയാനുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ ബന്ധനമുണ്ട്, പോരാട്ടമുണ്ട്, ഘട്ടമുണ്ട്, സങ്കടമുണ്ട്, കൃപയുള്ള ഒരു ദൈവദാസനെ കൊണ്ട് എന്നെ വിളിക്കണമെന്നായി പറയുന്നത്. ഇവൻ പ്രോഗ്രാം ഉണ്ടാക്കുക. ഞാൻ എലിവേലിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു ഉപദേശി പറഞ്ഞതാണ്, എവിടെ പോവാം, ഇന്ന് എവിടെ വാസേ പ്രോഗ്രാം? ഞാൻ പറഞ്ഞു, ഞാൻ പ്രോഗ്രാം നടത്തുന്നവനല്ല, സുവിശേഷം പറയാൻ പോകുന്നവനാന്ന് പറഞ്ഞു. ഡയറിയിലിങ്ങനെ പ്രോഗ്രാമാ. എന്റെ ഡയറി നിറച്ചു ശുശ്രൂഷ തീയതികളൊക്കെ ഞാൻ എഴുതി വെച്ച ഒരു കാലമുണ്ടായിരുന്നു. അപ്പൊ വയ്യാത്തതിനായ ദൈവത്തിന് സ്തോത്രം കൊണ്ടിരുന്നുകൊണ്ട് ആ സമയം കൂടെ പുസ്തകം വായിക്കാലോ. ആ മഹത്വം, ആ മർമ്മം, മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു പള്ളിയിലല്ല നിങ്ങളിലിരിക്കുന്നു എന്നുള്ളതാ. അതാണ് മർമ്മം. ഒരിക്കൽ ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, പകല് കർത്താവ് ഈ വിതയ്ക്കുന്നവന്റെ ഉപപ്രസംഗം ഇതിട്ട് തന്നെ ഇരുന്നപ്പോ പറഞ്ഞു, ഈ വിതയ്ക്കിന്റെ ഉപമയൊന്ന് തെളിയിച്ചു തരണേത്താൻ. അപ്പൊ മുമ്പേ പറഞ്ഞപ്പോ ഇവര് തലകുലിക്കതോ അല്ലല്ലോ പറഞ്ഞതോ കുറച്ച് ചാടിയതൊക്കെയോ മറ്റുള്ളവരറിഞ്ഞോട്ട് ഞാൻ ഗ്രഹിച്ചത്. പുരുഷാരത്തോട് ഉപമ പറഞ്ഞപ്പോഴേ ഇവന്മാരവിടെ ഇരിപ്പില്ലേ, എന്നിട്ട് ഒറ്റയ്ക്കിരുന്നവർ പറയണം, വിതയ്ക്കുന്നതിന്റെ ഉപമ ഞങ്ങൾക്കൊന്ന് തെളിയിച്ചു തരണേ. മത്തായി 13:36 കാണാം. കർത്താവ് തെളിയിച്ചു കൊടുത്തു. എപ്പോഴാണ് തെളിയിച്ചു കൊടുത്തത്? മർക്കോസിന്റെ സുവിശേഷത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. മർക്കോസ് 4:3 അവർ അവനുമായി തനിച്ചിരിക്കുമ്പോൾ സകലവും വ്യാഖ്യാനിച്ചു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പുരുഷാരത്തിന് വ്യാഖ്യാനിച്ചു കൊടുക്കാത്തത് അവനുമായി തനിച്ചിരിക്കുന്ന നമുക്ക് വ്യാഖ്യാനിച്ചു തരും. അവനുമായി ഇത് നമുക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ? പറ്റും. വചനമായ ക്രിസ്തുവുമായിട്ട് നീ ഒന്ന് തനിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രസംഗം കേട്ടിട്ട് അതുമായിട്ടങ്ങ് പോയി അതിന്റെ കോപ്പിറൈറ്റ് അടിക്കാതെ, ദൈവത്തിന് സ്തോത്രം, കേട്ട വചനം പ്രസംഗിച്ചോ തെറ്റൊന്നുമല്ല, പക്ഷേ ആ വചനവുമായിട്ടൊന്ന് തനിച്ചിരിക്കണം. വചനവുമായ ക്രിസ്തുവുമായിട്ട് നീ ഒന്ന് തനിച്ചിരിക്കുമ്പോൾ അവനത് വ്യാഖ്യാനിച്ചു തരും. പത്രോസ് പ്രസംഗിച്ചതേ ഞങ്ങൾക്കും പ്രസംഗിക്കാനുള്ളൂ, പൗലോസ് പ്രസംഗിച്ചതേ നമുക്കും പ്രസംഗിക്കാനുള്ളൂ. അവൻ യോഹന്നാൻ പ്രസംഗിച്ച് നിർത്തി, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. അത് തന്നെയാ യേശുവും പ്രസംഗിച്ചു തുടങ്ങിയത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. പ്രസംഗം രണ്ടും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്, അതിനകത്ത് ആഴമേറിയ വ്യത്യാസങ്ങളുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് മറ്റുള്ളവരുടെ ശുശ്രൂഷ അതേപടി അനുകരിക്കുകയല്ല. വചനം കേട്ടാൽ കേട്ട വചനവുമായി, വചനം വായിക്കുമ്പോൾ ഒന്ന് സ്പാർക്കകത്തുണ്ടായാൽ ആ വചനവുമായിട്ടൊന്ന് തനിച്ചിരിക്കണം. വചനമായ ക്രിസ്തുവിനോട് നീ ഒന്ന് തനിച്ചിരിക്കാൻ തയ്യാറായാൽ മർമ്മങ്ങൾ വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതിന്റെ പേരാണ് ധ്യാനം. പ്രിയരെ, വായന കൊണ്ട് നമുക്ക് പ്രസംഗിക്കാൻ പറ്റും.
വായിച്ച് മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വ്യത്യാസം അന്യഭാഷയുടെ അകമ്പടിയിലുണ്ടെങ്കിൽ ആരായാലും അംഗീകരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വായന പോരാ, പഠനം വേണം. പഠനം എന്താണ്? പഠനവും പ്രസംഗിക്കാൻ പറ്റും. പഠിച്ച കാര്യത്തില്ലേ, ഇപ്പൊ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ലേ? പറ്റും. എന്താണ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത്, എന്നാൽ എന്ത്, ഇതിനെ വകതിരിച്ച് നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ അതുകൊണ്ടുമല്ല, ധ്യാനം വേണം. ധ്യാനത്തിലാണ് തീ കത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആന്തരികമായ മർമ്മങ്ങൾ ക്രിസ്തുവിനോട് തനിച്ചിരിക്കുമ്പോൾ, വചനമായ ക്രിസ്തുവിനോട് തനിച്ചിരിക്കുമ്പോൾ നാം ധ്യാനിക്കുകയാണ്. ആ ധ്യാനത്തിൽ തീ കത്തും. തീ കത്തുമ്പോൾ നീ നാവെടുത്തങ്ങോട്ട് മർമ്മങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രൂശീകരണം നമ്മൾ ധ്യാനിക്കുകയാണെന്നിരിക്കട്ടെ, ആ കാൽവറിയിൽ നിന്നുകൊണ്ട് ക്രൂശീകരണം നാം കാണുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. കാനാവിലെ കല്യാണ വീടാണ് നമ്മുടെ പ്രസംഗ വിഷയം എന്നിരിക്കട്ടെ. ആ സംഭവം നടക്കുമ്പോൾ നീയും ഞാനും അവിടെ ഉള്ളതായിട്ട് ആമേൻ അതവിടെ നിന്ന് നേരിൽ കണ്ട് ഒരു ദൃക്സാക്ഷിവരണം പോലെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിന്റെ പേരാണ് ആമേൻ ധ്യാനം. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വചനം വായിക്കുന്നവരാണ്, ഇപ്പോൾ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ പരിമിതപ്പെടുത്തരുത്. ആ പഠനം ധ്യാനത്തിന്റെ മേഖലയിലേക്ക് ഉയരണം. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞു, വിതയ്ക്കുന്നവന് ഊമ തെളിയിച്ചു തരണം. തനിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തു തെളിയിച്ചു കൊടുത്തു. വചനം തെളിഞ്ഞു കിട്ടിയവരോട് കർത്താവ് പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവൻ ഒരു സ്തോത്രം പറയുന്നൊക്കെ എന്റെ ചിന്ത. എനിക്കാകെ ഇതിനകത്ത് കാണാൻ കഴിയുന്ന രണ്ടുപേരെ മാത്രമാണ്. ബാക്കിയെല്ലാം മറവിടത്തിലിരിക്കുന്ന കുഞ്ഞാടുകളാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് പറഞ്ഞു, എന്റെ കാന്തേ, എന്റെ പ്രിയേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. കാണാൻ കൊള്ളത്തില്ലെങ്കിലും കോങ്കണ്ണാണെങ്കിലും എന്റെ പ്രിയേ, നീ സുന്ദരി, സുന്ദരി തന്നെ, നിന്നിലൊരു ഊനോ ഇല്ലെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. മക്കളെ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ആമേൻ, ആമേൻ, ആമേൻ. മത്തായി 13:11 സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം ഒരു കാര്യമുണ്ടായപ്പോൾ ഞാൻ ഞങ്ങളുടെ പ്രിൻസിപ്പളിനോട് ഇങ്ങനെ പറയാനിടയായി തീർന്നു, പാസ്റ്റേ, വരം, അതെ, വചനം ഗ്രഹിക്കാനുള്ള വരം, അവൻ വചനത്തിന്റെ മർമ്മം ഗ്രഹിക്കാനുള്ള വരം അവൻ വളരെ ചുരുക്കം പേർക്കാണല്ലോ പകർന്നു കിട്ടിയിരിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ നമുക്കറിയാമേ, ക്രൈസ്തവോ അവരുടെ പ്രതികരണം കാണുമ്പോൾ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് മർമ്മം അറിയാനുള്ള വരം ലഭിച്ചത്? അറിയാൻ ആഗ്രഹമുള്ളവൻ കർത്താവിനോട് പറഞ്ഞു, തെളിയിച്ചു തരണം. വചനത്തിന്റെ മർമ്മം നിനക്ക് വെളിപ്പെട്ടിരുന്നെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെളിപ്പെടുത്തുന്നവനോട് പറയണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, ഏതെല്ലാം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, വചനത്തിന്റെ മർമ്മം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ, വചനത്തിന്റെ മർമ്മം അറിയാനുള്ള വരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലക്കാർ ഈ വിഷയത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരായി തീരും. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായി നിൽക്കാൻ നമുക്ക് കഴിയും. സമയം വേഗത്തിൽ കടന്നു പോവുകയാണ്. ഈ വിഷയം ഇന്ന് ഇടിച്ചെങ്കിലും നിർത്താനുള്ള ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മുടെ ഒരു വർഷം കൊണ്ട് കാര്യങ്ങൾ ഒരു ഓട്ടപ്രദക്ഷിണമെങ്കിലും നടത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്ക് മർമ്മം ഗ്രഹിക്കാനുള്ളൊരു മാർഗം പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. വിഷയം ഇത് മാത്രമാണ് മർമ്മം. യൂദാസ് എങ്ങാണ്ടൊന്ന് 5-6 മർമ്മം എടുത്തുകൊണ്ട് വന്ന് സമയം കളഞ്ഞെന്ന് പറയുന്നത്, ഇതിനകത്ത് മാർമിക സത്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കൂ, കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 13:2 മർമ്മം ഗ്രഹിക്കാനുള്ള ഒരു വഴി പൗലോസ് പറയും. കേൾക്കാമോ? വചനം മർമ്മം ഗ്രഹിക്കാനുള്ള ഒരു വഴി. കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യലേഖനം 13:2 ദൈവം നിങ്ങൾ എപ്പോഴും വായിക്കുന്നതാണ്, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല. എനിക്ക് പൗലോസ് പറയാണ്, എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മരകളെ നീക്കാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. പൗലോസേ, അങ്ങെന്താണ് പറയുന്നത്? താൻ പറയും, എനിക്ക് പ്രവചനവരമുണ്ടെങ്കിൽ സകല മർമ്മങ്ങളും ഗ്രഹിക്കാം.
പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ആമേൻ ദൈവദാസന്മാരെ, ഞാനും നിങ്ങളുമൊക്കെ പ്രവചിക്കുന്നവരാണ്. പ്രവചിക്കുവാനുള്ള കൃപ പലപ്പോഴും ദൈവം തരാറുണ്ട്. പ്രവചനവരം വാഞ്ചിക്കാൻ ആമേൻ പൗലോസ് പറയുന്നതിന്റെ കാരണം അതാണ്. പ്രവചനവരമുണ്ടായാൽ നിനക്ക് മർമ്മങ്ങൾ ഗ്രഹിക്കാം. ആരെപ്പോൾ അമേരിക്കയിൽ പോകുമെന്ന് ഗ്രഹിക്കാമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആരാണ് കൂടോത്രം ചെയ്തെന്ന് ഗ്രഹിക്കാമെന്നല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെങ്കൊച്ചിനെ എങ്ങോട്ട് കെട്ടിക്കുമെന്ന് ഗ്രഹിക്കാനല്ല. തിരുവഴുത്തിലെ പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കാം. അതേ, പ്രവചനപരം വാഞ്ചിക്കുവാൻ, അതിനെ പുച്ഛിക്കാതെ തുച്ഛീകരിക്കാതെ പ്രവചനപരം വാഞ്ചിക്കാൻ പൗലോസ് അവൻ നമുക്ക് ബുദ്ധിയുപദേശത്തിന്റെ കാരണം മനസ്സിലായോ? പ്രവചനപരം ഉണ്ടെങ്കിൽ ആത്മീയ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. അതുകൊണ്ടാണ് മേലാൽ സംഭവിക്കാനുള്ള സ്വർഗീയ രഹസ്യങ്ങളൊക്കെ ഒരു പ്രവാചകന്റെ അധരത്തിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ പ്രവചനം ഒരുവന് ലഭിച്ചാൽ അവന് സകല മർമ്മങ്ങളും ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ, നാം ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയരാകുന്നത് നല്ലതാണ്. മർമ്മം ഗ്രഹിക്കാനുള്ള ഒരു വഴിയാണ് പ്രവചനവരം പ്രാപിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വഴി നോക്കാം. പൗലോസ് തന്നെ പറയുന്നു, 1 കൊരിന്ത്യർ 14:2 അടുത്ത അധ്യായം. 1 കൊരിന്ത്യർ 14:2 അവിടെ പറഞ്ഞിരിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അന്യഭാഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് വിരോധിച്ചാൽ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാം. ഫ്രൈസ് വലിയ തർക്ക വിഷയമാണ്. അന്യഭാഷ പറയുന്നത് നമുക്ക് പോലും അറിയാൻ മേല ഇതെന്നതാടാ ഞാൻ ഈ പറയുന്നത്. ഫ്രൈസറോ പിണങ്ങിയവർക്കായി സ്തോത്രം. അല്ലേലൂയ. ഇവിടെ പറയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും അവൻ ആത്മീയ മർമ്മങ്ങൾ സംസാരിക്കുക. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നുള്ളത് ശരിയായി വിവർത്തനം ചെയ്താൽ ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കും. ചുമ്മാതെ ആരക്ക് ബാരക്ക് തേരക്ക് ചവതകെന്ന് പറയുകയല്ല, ആത്മീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പരിശുദ്ധാത്മ ഈ അന്യഭാഷയിൽ സംസാരിച്ചാൽ അവൻ ആത്മീയ മർമ്മങ്ങൾ സംസാരിക്കാൻ കഴിയും. ഇവിടെയും ഞാനൊന്ന് എന്നെ ഉൾപ്പെടെ പറയട്ടെ, നാം സ്വയപരിശോധനയ്ക്ക് ഉദയരാകണം. മർമ്മം ഗ്രഹിക്കാനുള്ള വഴിയാ. കൊലോസ്യ ലേഖനം നോക്കൂ, 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം, അടുത്ത മർമ്മം കയറി വരുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധിക്കപ്പെട്ടത് അയൽക്കാരന്റെ അതിരുമാന്തിയ വിഷയത്തിലല്ല, ക്രിസ്തുവിന്റെ മർമ്മം പറഞ്ഞതിന് വരില്ല. ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ആരും കീറി കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ബന്ധിക്കപ്പെട്ടതിന്റെ കാരണം ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിച്ചത് കൊണ്ടാണ്. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറക്കണം. മനസ്സിലായോ? ക്രിസ്തുവിന്റെ മർമ്മം ഇതിലൂടെ വെളിപ്പെടണമെങ്കിൽ വചനം തുറക്കണം. വചനത്തിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ഇറങ്ങണം. എങ്കിലേ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ കഴിയത്തുള്ളൂ. അതെ, ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ കഴിയേണ്ടതിന് ജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് ക്രിസ്തുവിന്റെ മർമ്മം? ഒറ്റ വാക്കിൽ പറയാം, ക്രിസ്തുവിന്റെ മർമ്മം ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മർമ്മം എന്താണ്? ദൈവത്തിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിന്റെ മർമ്മം ഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നാം പ്രാരംഭത്തിൽ പഠിച്ചു, ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഉയരവും ഗ്രഹിച്ചാൽ പ്രൈസ് ദി ലോർഡ് ക്രിസ്തുവിന്റെ മർമ്മം നമുക്ക് മനസ്സിലായി. ഇത് പൗലോസിന്റെ പ്രാർത്ഥനയിലാണല്ലോ നാം പഠിച്ചത്. നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. ക്രിസ്തുവിന്റെ മർമ്മം മാത്രമല്ല, ദൈവത്തിന്റെ മർമ്മവും ഉണ്ട്. പലപ്പോഴും കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ ഈ മർമ്മം മഹദിയാം ബാബരി ഇവൻ അത് പറഞ്ഞാൽ മതി.
മർമ്മം അറിയാൻ പോയി. അപ്പൊ അതിന്റെ കാര്യമെന്നറിയാം, അതറിഞ്ഞേച്ചാൽ മതി, വേറൊന്നും അറിയണ്ട. ഈ അതിപ്രധാനമായ മർമ്മങ്ങളെ കുറിച്ച് ഒന്നും അറിയണ്ട. വലിയ അക്ഷരത്തിൽ അണ്ണാടി ഇല്ലേലും കാണാമല്ലോ മർമ്മം മഹദിയാൻ ബാബിലോ, അതറിഞ്ഞാൽ മതി. അത് അറിയുന്നതിന് മുമ്പ് നീ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാനമില്ലാതെ അങ്ങോട്ട് പണിതാൽ നീ പൊടിഞ്ഞ് താഴെ പോകും. ദൈവത്തിന് സ്തോത്രം. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മ, കൊലോസ്യർ 2:2, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. കണ്ടോ ദൈവമർമ്മം, കണ്ടോ? കൊലോസ്യർ 2:2 അവർ ക്രിസ്തു എന്ന ദൈവമർമ്മം. അപ്പൊ ദൈവത്തിന്റെ മർമ്മം എന്താണ്? ദൈവത്തിന്റെ മർമ്മം ക്രിസ്തുവാണ്. ദൈവത്തിന്റെ മർമ്മം എന്താണ്? അത് ക്രിസ്തുവാണ്. നോക്കി, ക്രിസ്തുവിന്റെ മർമ്മം എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവത്തിന്റെ മർമ്മമാണ് എന്താണ്? ദൈവസ്നേഹമായ ക്രിസ്തുവാണല്ലോ സ്നേഹം. ഹല്ലേലൂയ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തോ, എത്ര ആഴമാണ് പൗലോസിന്റെ ഓരോ പദപ്രയോഗങ്ങളും. വയലാർ ഒരിക്കൽ പാടിയതുപോലെ, ഭരതീ പദാവലി തോന്നണം കാലേ കാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ, സമുദ്രത്തിൽ തിരകൾ ഒന്നിനു പിറകായി ഒന്നേ കയറി വരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം വാക്കുകൾ അങ്ങോട്ട് കൊടുക്കുക, പദസ്വാതന്ത്ര്യം ദൈവം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്റെ അമ്മ ഒരിക്കലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞെ, അവനവന്റെ കലത്തിലുള്ളതേ അവനവന്റെ തവി കയറത്തുള്ളൂ. മനസ്സിലായോ? അവനവന്റെ കലത്തിലുള്ളതേ വിളമ്പുമ്പോ അവനവന്റെ തവി കയറത്തുള്ളത്. നീയാകുന്ന മൺപാത്രത്തിൽ എന്തുണ്ടോ നീ പ്രസംഗിക്കാൻ നിൽക്കുമ്പം അതേ പുറത്തു വരത്തുള്ളൂ. മനസ്സിലായോ? അതാ യേശു പറഞ്ഞത്, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ ഉച്ചരിക്കുന്നത്. പൗലോസ് ഇവിടെ പറയുക, നോക്കി ആ വാക്കുകൾ നിങ്ങൾ നോക്ക്, ഓരോ വാക്കുമെടുത്ത് വ്യാഖ്യാനിക്കുന്ന അവൻ ക്രിസ്തുവെന്ന ദൈവമർമ്മം. ആമേൻ. ക്രിസ്തുവാണ് ദൈവത്തിന്റെ മർമ്മം. പരിജ്ഞാനവും ആ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്ത്. അത് പ്രാപിക്കണമെങ്കിൽ നീ സ്നേഹത്തിൽ ഏകീഭവിക്കണം. എന്റെ താളത്തിൽ ചാടിയാലും ഇത് കിട്ടത്തില്ലേ? ഹല്ലേലൂയ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണമെങ്കിൽ സ്നേഹത്തിലേകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ആമേൻ, ആമേൻ. ക്രിസ്തു എന്ന ദൈവമർമ്മം. അപ്പോൾ ദൈവത്തിന്റെ മർമ്മം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ മർമ്മം ദൈവസ്നേഹമാണ്. ദൈവത്തിന്റെ മർമ്മം സ്നേഹമാകുന്ന ക്രിസ്തു. പരസ്പര പൂരകങ്ങളാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരൂ, അടുത്ത മർമ്മം കാണാം. 1 തിമോത്തിയോസ് 3:9. നമ്മുടെ ഇതെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. 1 തിമോത്തിയോസ് 3:9. അവിടെ കാണുന്നു വിശ്വാസത്തിന്റെ മർമ്മം. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. ആരാണ്? പുതുതായി ചുമതലയേക്കുന്ന സുവിശേഷകൻ. പുതിയ ശിഷ്യൻ അരുതെന്ന് പറഞ്ഞിട്ട് പറയാണ്, നീ ഒരുത്തന്നെ തെരഞ്ഞെടുക്കുന്നെങ്കിൽ അവൻ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവനായിരിക്കണം. എന്താ വിശ്വാസത്തിന്റെ മർമ്മം? വിശ്വാസത്തിന്റെ മർമ്മം ക്രൂശിലെ രക്ഷയാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്ഷ ഒന്ന് മാത്രമാണ് വിശ്വാസത്തിന്റെ മർമ്മം. ആ ബോധ്യം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊണ്ട് വേണം ഏത് ശുശ്രൂഷയും ചെയ്യാൻ. ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ക്രൂശിൽ വെളിപ്പെട്ട രക്ഷയെക്കുറിച്ചുള്ള പ്രഖ്യാപനമായിരിക്കണം. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിൽ ക്രൂശ് വരാറില്ല. ആമേൻ, ആമേൻ. ഒരു സമയം മുതൽ ഒരു സമയം വരെ ദാവീദും ഗോലിയാത്തോടെ യുദ്ധം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആമേൻ, ആമേൻ, ഈ ശിംശോൻ വന്ന് ആ സിംഹത്തെ വലിച്ചു വീഴും. എല്ലാം കഴിയുമ്പോഴത്തേക്ക് യോഗം കഴിയും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, ആ ബോധ്യം, അതാ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുവിടണം. ആ ബോധ്യം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊണ്ട് വേണം ഏത് ശുശ്രൂഷയും ചെയ്യാൻ. ഒന്ന്, സഭ എന്ന മർമ്മം. എഫേസ്യലേഖനത്തിൽ നാം പഠിച്ച കാര്യമാണ്. 1 സഭയാം മർമ്മം, 2 ദൈവത്തിന്റെ മർമ്മം, 3 ക്രിസ്തുവിന്റെ മർമ്മം, 4 വിശ്വാസത്തിന്റെ മർമ്മം, 5 ഭക്തിയുടെ മർമ്മം. ദൈവത്തിന് സ്തോത്രം. 1 തിമോത്തിയോസ് 3:16 ഭക്തിയുടെ മർമ്മം. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നൊക്കെയാണ് ചിന്തിച്ച് ഞാൻ കാറ്റിനോട് മുഷ്ടിയുദ്ധം ചെയ്യുന്നവനെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. പണ്ടൊക്കെ ഇങ്ങനെ ഓൺലൈൻ അല്ലല്ലോ ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന ചോക്കൊക്കെ എടുത്ത് എറിയുമായിരുന്നു. ഇന്ന് എറിഞ്ഞാൽ പോലും അവിടെ എത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ കാണുന്നില്ലെങ്കിൽ സ്വർഗം കാണുന്നുണ്ടെന്ന് ഓർക്കണം. 1 തിമോത്തിയോസ് 3:16
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകും. ആർക്കും എതിർക്കാൻ പറ്റത്തില്ല. സമ്മതിച്ചു കൊടുക്കണം ദൈവഭക്തിയുടെ മർമ്മം. എന്തൊക്കെയാ ദൈവഭക്തിയുടെ മർമ്മം സമ്മതം? എന്താണത്? 6 കാര്യങ്ങളാണ്. 1, ജഡത്തിൽ വെളിപ്പെട്ടു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. 4, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ടു. 5, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. 6, തേജസ്സിലെടുക്കപ്പെട്ടു. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം, സമ്മതിച്ചു കൊടുക്കേണ്ട മർമ്മം. എന്നൊന്നുകൂടെ ഞാൻ പറയാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. എന്താണ് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു? യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരുത്തനെ ദൈവമാണെന്ന് അംഗീകരിക്കണമെങ്കിൽ അവൻ ജഡമെടുക്കണം. കലണ്ടറിൽ ഇരുന്നാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. വചനം പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, അവൻ ജഡം ധരിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം ജഡമായി തീർന്നു. 2ാമത്തെ കാര്യം എന്താണ്? അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശുവിനെ കുറിച്ചാ, അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ക്രിസ്തു. മത്തായി 3:16 യേശുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവുപോലെ ഇറങ്ങി വന്ന് അവന്റെ മേൽ വസിക്കുമ്പോൾ ആത്മാവിൽ നീതീകരിക്കപ്പെടുക. പിതാവ് അപ്പോൾ ഒരു ഡിക്ലറേഷൻ നടത്തുന്നുണ്ട്, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതെ, ആമേൻ. അതെ, ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായ ക്രിസ്തു. പ്രിയരെ, ഇത് വളരെ തർക്കവിഷയങ്ങളാണ്. എങ്കിലും എനിക്ക് ദൈവം തന്ന കാഴ്ചപ്പാടനുസരിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ കർത്താവിന്റെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെ നോക്കിയാൽ അവന്റെ മുമ്പിൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതാണ്, ക്രിസ്തുവിന്റെ മുൻപിൽ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ദൂതന്മാർക്ക് പ്രത്യക്ഷനായത്. ലൂക്കോസിന് 2:9 ക്രിസ്തുവിന്റെ ജനനം അറിയിച്ച് ദൂതന്മാർ പ്രത്യക്ഷരാകുന്നു നമുക്ക് കാണാം. മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് യേശുവിനെ ശുശ്രൂഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവിടുത്തെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറയ്ക്കൽ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സ്വർഗാരോഹണത്തിൽ വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന കാണുന്നു. ഇനി ഒന്നുകൂടെ എബ്രായ ലേഖനത്തിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന പോയിന്റ്. കാരണം പൗലോസ് പറയുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്തൊരർത്ഥമുണ്ട്. എബ്രായ ലേഖനം 1:6 ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പിന്നെയും പ്രവേശിപ്പിക്കുമ്പോൾ, എബ്രായർ 1:6 ഞാൻ വായിക്കുന്നത് കേട്ടോ. ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പിന്നെയും പ്രവേശിപ്പിക്കുമ്പോൾ ദൂതന്മാരെല്ലാം അവനെ വീണ്ടും നമസ്കരിക്കണമെന്ന്. ഒരിക്കൽ ഭൂമിയിൽ വന്ന് പരമയാഗമായി തീർന്ന ക്രിസ്തു പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കും. ആമേൻ. അത് നമ്മെ ചേർക്കാനാണ്. അവൻ ഭൂതലത്തിലേക്ക് ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആമേൻ, ഇവിടെയുള്ള ഞാനും നിങ്ങളും മാത്രമല്ല, സകല ദൂതന്മാരും അവനെ നമസ്കരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയാ. അതെപ്പോഴാണ്? കർത്താവിന്റെ 2ാം വരവിന്റെ 2ാമത്തെ ഭാഗത്താണ്, സഹസ്രാബ്ദ വാഴ്ചയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയെല്ലാം ദൂതന്മാർ ക്രിസ്തുവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് നാം കാണുന്നു. എന്നാൽ നാം വായിച്ച വേദഭാഗത്തിൽ ക്രിസ്തു ദൂതന്മാർക്ക് പ്രത്യക്ഷനായപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. മരണത്തെ ജയിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ക്രൂശിൽ തന്നോടൊപ്പം മരിച്ച ആ വ്യക്തിയുടെ ആത്മാവുമായി സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1, ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട ക്രിസ്തു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായ ക്രിസ്തു. 4, ജാതികളുടെ പ്രസംഗിക്കപ്പെട്ട ക്രിസ്തു. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ കാര്യം, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. അത് 1000-ാം ആണ്ട് വാഴ്ചയിൽ അത് പൂർത്തിയാകും. പ്രൈസ് ദി ലോർഡ്. 6, തേജസ്സിൽ എടുക്കപ്പെട്ടു. സ്വർഗാരോഹണത്തിലാണ് ക്രിസ്തു തേജസ്സിൽ എടുക്കപ്പെട്ടത്. ഈ 6 കാര്യങ്ങളാണ് ദൈവഭക്തിയുടെ മർമ്മം, സമ്മതമാവണ്ണം വലിയതായ മർമ്മം. മരിച്ചവരിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞവൻ ഒരുത്തനേ ഉള്ളൂ, ഒരു വാക്കുമാറാത്ത ദൈവപുത്രനാണ്. അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ഇതിൽ കുറച്ചുള്ള ഭക്തിയൊന്നും യഥാർത്ഥ ദൈവഭക്തിയല്ല. കലണ്ടറിലും പുസ്തകത്തിലും ഇരുന്നാൽ പോരാ, ജഡത്തിൽ വെളിപ്പെടണം. മനുഷ്യൻ നീതീകരിച്ചാൽ പോരാ, പരിശുദ്ധാത്മാവിനാൽ നീതീകരിക്കപ്പെടണം. പുരോഹിതൻ
പറഞ്ഞാൽ പോരാ, സ്വർഗത്തിലെ ദൂതന്മാർക്ക് പ്രത്യക്ഷനാകണം. ഏതെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ അലമുറയിട്ടാൽ പോരാ, പ്രാദേശിക ഭക്തന്മാർ അലച്ചുകൂവിയാൽ പോരാ, സകല ജാതികളുടെയും ഇടയിൽ പ്രസംഗിക്കപ്പെടണം. ഏതാനും ചിലർ പൂജിച്ചാൽ പോരാ, ലോകം മുഴുവനുള്ളവർ വിശ്വസിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും ക്രിസ്തു ദൈവപുത്രനെന്ന് ഏറ്റുപറയുകയും ചെയ്യും. വെളിപ്പാടിന്റെ ആധിക്യമുള്ള പൗലോസ് പറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളിൽ അതിപ്രധാനമായ കാര്യം തേജസ്സിൽ എടുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ചിത്രം ഇന്നത്തെ നമ്മൾ കലണ്ടറൊക്കെ കാണാറില്ലേ, രൂപങ്ങളൊക്കെ കാണുമല്ലോ. ചിത്രം വരച്ചു വെച്ചിട്ട് എന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലവും കൂടെ വരയ്ക്കുന്നുണ്ട്. ഒരു പ്രകാശവലയം, വെളുത്ത ഒരു വലയം വരച്ചു വയ്ക്കും. എന്താ ചോദിച്ചാൽ അത് യോസേപ്പ് പിതാവിന്റെ തേജസ്സാണെന്ന് പറയും. അതൊന്നും അല്ലടാതെ ആരെയും പെയിന്റ് കൊണ്ട് വരയ്ക്കുന്നല്ല തേജസ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവപുത്രൻ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്. അവൻ ദൈവ തേജസ്സിന്റെ റിഫ്ലക്ഷനാണെന്ന ഒരു പരിഭാഷയിൽ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. തേജസ്സിൽ എടുക്കപ്പെടണം. ഈ കാര്യങ്ങളെല്ലാം ഒന്നിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. അവനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ദൈവഭക്തി. അതാണ് ദൈവഭക്തിയുടെ മർമ്മം. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ആരും സമ്മതിച്ചു കൊടുക്കത്തക്കവണ്ണം വലിയതാകുന്നു. അതാണ് യഥാർത്ഥ ദൈവഭക്തി. 1 സഭ എന്ന മർമ്മം, 2 ദൈവത്തിന്റെ മർമ്മം, 3 ക്രിസ്തുവിന്റെ മർമ്മം, 4 വിശ്വാസത്തിന്റെ മർമ്മം, 5 ഭക്തിയുടെ മർമ്മം, 6 തേജസ്കരണം എന്ന മർമ്മം. ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യം നടക്കാനുണ്ട്, ഒരു മർമ്മം നടക്കാനുണ്ടത്. അത് രൂപാന്തരമെന്ന മർമ്മമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണികളുടെയിൽ നാം എല്ലാം രൂപാന്തരപ്പെടും. മരിച്ചവരക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന മർമ്മം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 51-ാം വാക്യം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് മടങ്ങി വരുമ്പോൾ വിശുദ്ധന്മാരിൽ കുറച്ചുപേരുടെ ജീവനോടെ കാണും. ദൈവത്തിന് സ്തോത്രം. ബാക്കിയുള്ളവരൊക്കെ മരിച്ചു മൺമറഞ്ഞാലും അക്ഷയരായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരവസ്ഥ. അതാണ് രൂപാന്തരം എന്ന മർമ്മം. പൗലോസ് പറയുന്നു, ഈ മർമ്മങ്ങളാണ് നാം പ്രസംഗിക്കേണ്ടത്. ഈ മർമ്മങ്ങളാണ് നാം പ്രസംഗിക്കേണ്ടത്. ഗഹവിചാരകന്മാരായ നാം ഈ മർമ്മങ്ങൾ പ്രസംഗിക്കണം. 1 കൊരിന്ത്യർ ലേഖനം നോക്കൂ, 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. ആമേൻ. പൗലോസിനത് പറയാൻ പ്രാഗൽഭ്യമുണ്ട്. താനല്ലാതെ അച്ചാരം മൂച്ചാരം ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല. ഹല്ലേലൂയ. 700 ഹല്ലേലൂയ, 500 ഗ്ലോറി, 300 സ്തോത്രം. ഈ പറയാൻ എന്റെ മുമ്പിൽ സമയമില്ലെന്ന്. സ്തോത്രം പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ പറയരുതെന്നല്ല പറഞ്ഞത്. പറയണം പറയണം പറയണം. ഇടതമില്ലാതെ സ്തോത്രം ചെയ്യണം. പക്ഷേ അതിന്റെ പേരിൽ നീ വചനം പറയാതെ ഒഴിഞ്ഞു കളയരുത്. ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് മറഞ്ഞിരുന്നതുമായി ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കും. ഒരു ചോദ്യം വരാം, പൗലോസിന് സാധിക്കും, നമുക്ക് സാധിക്കുമോ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കും. 11-ാം അധ്യായം 6-7 വാക്യം. പാസ്റ്റർ പ്ലീസ് ഒന്ന് വായിക്കുമോ? ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായം 6-7 വാക്യം. ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കാമോ? ജ്ഞാനമർമ്മങ്ങൾ യെസ് വിവിധ പ്രാബല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു. പിന്നെ ദൈവത്തിന്റെ അഗാധത്വം ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? ദൈവത്തിന്റെ അഗാധത്വം ഗ്രഹിക്കാൻ
സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകണമെങ്കിൽ ജ്ഞാനമർമ്മങ്ങൾ ഗ്രഹിക്കണം. ജ്ഞാനമർമ്മങ്ങൾ എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു? വിവിധ സാഫല്യമുള്ളവ. എന്താ സാഫല്യം എന്ന് പറഞ്ഞാൽ? ആഗ്രഹിക്കുന്നതൊക്കെ സാധിച്ചെടുക്കുന്നതാണ് ആ സാഫല്യമായെന്ന് പറയുന്നത്. ഉദ്ദേശിച്ച കാര്യം നടക്കുമ്പോൾ എന്ത് പറയും? ഓ, സാഫല്യം അടങ്ങും. പൂർണ്ണമായ സംതൃപ്തി ഒരു വിഷയത്തിൽ ലഭിച്ചാൽ അതിനാണ് പറയുന്നത് സാഫല്യം. നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം, അത് പൂർണ്ണമായി സ്ഥാപിച്ചെടുക്കുമ്പോൾ അതിന് പറയാവുന്ന പേരാണ് സാഫല്യം. ജ്ഞാനത്തിന്റെ മർമ്മം അതാണ് വിവിധ സാഫല്യമുള്ളത്. ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല, വിവിധ സാഫല്യമുള്ളതാണ്. ജ്ഞാനമർമ്മങ്ങൾ ഗ്രഹിച്ചാൽ പലവിധ സാഫല്യമുണ്ടാകും. 7-ാം വാക്യം, ദൈവത്തിന്റെ അഗാധത്വം ഗ്രഹിക്കാം, സർവശക്തന്റെ സമ്പൂർത്തി ഗ്രഹിക്കാം. ഒരു പരിഭാഷയിൽ അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ദൈവത്തിന്റെ അഗാധത്വം ഗ്രഹിക്കാനും സർവശക്തന്റെ സമ്പൂർത്തി മനസ്സിലാക്കാനും ജ്ഞാനമർമ്മങ്ങൾ നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്കുകൂടാം. ദൈവത്തിന്റെ അഗാധത്വം ഗ്രഹിക്കാനും സർവശക്തന്റെ സമ്പൂർത്തി മനസ്സിലാക്കാനും ജ്ഞാനമർമ്മങ്ങൾ നമ്മെ സഹായിക്കും. അതല്ലേ പൗലോസ് പറഞ്ഞത്? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള കാര്യം പറയാം. 10-ാം വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 9-ാം വാക്യം പറഞ്ഞത് ഒരുത്തന്റെ കണ്ണ് കണ്ടിട്ട്, ഒരുത്തന്റെ ചെവി കേട്ട്, ഒരുത്തനും തോന്നിയിട്ടുമില്ല. പക്ഷെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താ കാരണം? ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. യഥാർത്ഥ പരിശുദ്ധാത്മാവ് നിന്നെ നിറച്ചാൽ ദൈവത്തിന്റെ ആഴത്തിന്റെ ആഴങ്ങളിലുള്ളത് ആരാഞ്ഞറിയാൻ കഴിയും. 11-ാം വാക്യം, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനാരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത്, ദൈവത്തിനുള്ളതെന്നല്ല, ദൈവത്തിലുള്ളത്, ദൈവഹൃദയത്തിലുള്ളത്. ഹല്ലേലൂയ. ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിലുള്ളത് ഗ്രഹിക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. പ്രൈസ് ദി ലോർഡ്. 16-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു. 16-ാം വാക്യം നിങ്ങൾ നോക്കൂ. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആരാണ്? അടുത്ത സെന്റൻസ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ഒരു ദൈവവൈതൽ ഈ നിലവാരത്തിലേക്ക് വരണം. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർക്ക് ക്രിസ്തുവിന്റെ മനസ്സിലുള്ളത് മനസ്സിലാകും. ദൈവത്തിന്റെ ആത്മാവുള്ളവർക്ക് ദൈവത്തിന്റെ ആത്മാവിലുള്ളതും മനസ്സിലാകും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഞാനീ പറഞ്ഞതെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ നമ്മുടെ പ്രിൻസിപ്പൽ നിങ്ങളെ കുറച്ചുകൂടെ വിശദീകരിച്ചു തരും. ഞാൻ ഓട്ടപ്രദക്ഷിണം ചെയ്തങ്ങ് പോയതാ. ഇനിയും പല മർമ്മങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അധർമ്മത്തിന്റെ മർമ്മമുണ്ട്, മർമ്മം മഹദിയാം ബാബിലോണുണ്ട്. അതൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ദാനിയേൽ പ്രവചനം വരുമ്പോഴൊക്കെ നമുക്ക് ഗ്രഹിക്കാം. എല്ലാം നമ്മുടെ പഠനത്തിൽ തുടർന്നും വിഷയീഭവിക്കും.